ഒരു മൂർഖൻ പാമ്പിൻ്റെ പടമാണ്. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവരും ഇത് കണ്ട് ഞെട്ടട്ടോ കേട്ടോ. ഇത് പാമ്പൊന്നുമില്ല, പാമ്പിൻ്റെ പടം മാത്രമാണ്. പാമ്പിനെ എടുത്ത് നമുക്ക് ഇങ്ങനെ തോളയിടാൻ പറ്റത്തില്ലല്ലോ, വിവരം അറിയില്ല നമ്മൾ. അതുകൊണ്ട് നമ്മൾ പാമ്പിൻ്റെ പടം ആണ്. ഇതൊരു മൂർഖൻ പാമ്പിൻ്റെ പടമാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ഈ പടത്തെക്കുറിച്ചൊരു പാമ്പ് പടം പൊഴിക്കുന്നതിനെക്കുറിച്ച് ചിലരൊക്കെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സംശയങ്ങളൊക്കെ ഒന്ന് അത്യാവശ്യം പറഞ്ഞുതരാമെന്നോർത്താണ്. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ കണ്ട ഒരു മുറുകനാണ്, മുറുകൻ്റെ പടമാണ്. വീട്ടിലുള്ളവരൊക്കെ ഈ പാമ്പിനെ ഇടയ്ക്ക് കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിതുവരെ ഈ സാധനം ഇവനെ കണ്ടിട്ടില്ല. ഇവനാണോ ഇവളാണോ എന്നറിയത്തില്ല, ഇവനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം വൈഫ് ഇതിലെ എൻ്റെ തീറ്റ കൊടുക്കാൻ വേണ്ടി, മൃഗത്തിന് തീറ്റ കൊടുക്കാൻ വേണ്ടി ചെത്താൻ വന്നപ്പോഴത്തേനും ഈ പടം കിടക്കുന്നുണ്ട്. പേടിച്ച് ഓടിയൻ്റെ അടുത്തെന്ന് പറഞ്ഞു, ഇന്ന പോലെ ഒരു പടം കിടപ്പുണ്ട്, നിങ്ങൾ വന്ന് നോക്കി, ഇതിനെ ഞാൻ ഒത്തിരി തവണ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു ശല്യം ഇതുവരെ ചെയ്തിട്ടില്ല. വന്ന് അങ്ങ് വഴഞ്ഞ് പോയിട്ടേ ഉള്ളതെന്നാണ് പറഞ്ഞത്. വലിയ ഇവിടെ എല്ലാം തെളിഞ്ഞ പ്രദേശങ്ങളായതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് തങ്ങാനും സാധ്യതയില്ല. എന്തായാലും ഈ പടത്തെക്കുറിച്ച്, ഇതൊരു മൂർഖൻ പാമ്പിൻ്റെ പടമാണ്. ഈ പടത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ, എനിക്കറിയാവുന്ന വിവരങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കടുവായെ പിടിക്കുന്ന കിടുവ എന്ന് പറഞ്ഞ പോലെ ഉണ്ടോ, ഇതൊരു പാമ്പിൻ്റെ പടമാണ്. ഇത് 2-3 ദിവസമായതാണ്. ഇവിടെ പൊളിഞ്ഞിരിക്കുന്നുണ്ടോ. കഴിഞ്ഞ ദിവസം നോക്കിയപ്പം പൊളിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെന്ത് പാമ്പാണെന്ന് ആദ്യമേ പറയാം. ഇത് നമ്മുടെ മൂർഖൻ പാമ്പിൻ്റെ പടമാണ്. മൂർഖൻ പാമ്പ് പടം പൊഴിച്ചിട്ടിട്ട് പോയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാമ്പെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒത്തിരി വലിപ്പമുണ്ടെന്ന് പറയാനും പറ്റത്തില്ല. കാരണം ഈ പാമ്പ് പടം പൊഴിക്കുമ്പോഴത്തേനും തൊലി വികസിച്ച് ഇത് വലിഞ്ഞ് പറഞ്ഞാണല്ലോ പോരുന്നത്. അപ്പോൾ അതിങ്ങനെ തൊലി വലിഞ്ഞ് പോരുന്നതുകൊണ്ട് കുറച്ചും കൂടെ വലുതാവും, വികസിക്കും. അങ്ങനെ വികസിച്ചിരിക്കുന്നതാണിത്. പിന്നെ പാമ്പിൻ്റെ പടത്തെക്കുറിച്ച് പറയാനായിട്ട് വേറെ കാര്യം പറയാനുണ്ട്. പാമ്പ് തലയുടെ അവിടെ നിന്നാണ് പടം ഊരുന്നത്. കണ്ടോ, ഇവിടെയാണ് തല. അപ്പോൾ പാമ്പ് തലയുടെ അവിടെ നിന്ന് ഊരുന്ന പാമ്പ്, ഇത് പാമ്പിൻ്റെ പടം തല തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ശരിക്കും. കാരണം അകവശം പുറവശം അകമായിട്ടാണല്ലോ വരുന്നത്. അപ്പം തലയോടെ അവിടെ നിന്ന് ഊരി വരുന്ന പാമ്പിൻ്റെ വാലറ്റം ഇവിടെ വരും. അപ്പോൾ ഈ പാമ്പ് പോയിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ്. ഈ വാലറ്റം കാണുന്ന ഇവിടുത്തെ പാമ്പ് ഇതിലായിരിക്കും പാസ് ചെയ്ത് പോയിരിക്കുന്നത് മിക്കവാറും. തലയുടെ അവിടെ നിന്ന് പൊഴിച്ച് അങ്ങ് പോവുകയാണ്. അപ്പം പാമ്പിൻ്റെ നമ്മൾ വിചാരിക്കും തലയുടെ ഇവിടെ കാണുമ്പോൾ പാമ്പിൻ്റെ തലയുടെ അവിടെ തന്നെ ആയിരിക്കും ഇതെന്ന് വിചാരിക്കും. പാമ്പ് ഉടുപ്പ് ഊരി കളയുന്ന പോലെയാണ്, നമ്മൾ ഉടുപ്പ് ഊരുന്ന പോലെ തന്നെയാണ് ഇത് ഊരുന്നത്. അതുകൊണ്ട് ഇതൊരു സംഭവം ഇന്ന് മൊത്തം ഒറ്റയടിക്ക് ഊരി പോകുന്നതാണ്. ഇത് വിട്ടുവിട്ട് പോകണേ. ഒത്തിരി ദിവസമായതാണ്. അതുകൊണ്ട് ഇത് പൊടിഞ്ഞു പോവാണ് സാധനം. അത്യാവശ്യം മുഴുത്ത ഒരു മുറുക്കൻ തന്നെയാണ്. പുറത്തെ ഇത് കണ്ടിട്ട് അത്യാവശ്യം മുഴുത്ത മുറുക്കൻ തന്നെയാണ്. ഊരി പോകുന്ന നമുക്കിത് പൊട്ടിപ്പൊട്ടി പിന്നെ പട ഊരി അന്ന് തന്നെയാണെങ്കിൽ ഇത് നല്ല ഫ്ലെക്സിബിളായിരിക്കും. പിന്നെ അതിന് ഭയങ്കര മണമൊക്കെ കാണും. ഇത് കുറച്ച് ദിവസം ആയതുകൊണ്ട് ഇതിൻ്റെ ആ വെള്ളമയം പോയി, ജലാംശം അങ്ങ് പോയിട്ട് ഒരുമാതിരി ഇതായിരിക്കുന്നതാണ് സാധനം. ഇവിടുന്ന് എൻ്റെ അങ്ങനെ പുറകോട്ട് പോയിരിക്കുന്നതാണ്. ഊരി അങ്ങോട്ട് പോയി അവിടെ നിന്ന് തിരിച്ചതിലേ പോയിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ ഇവിടെ പാമ്പിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പാമ്പിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഡേറിൻ്റെ കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പാമ്പിൻ്റെ മൂർഖൻ്റെ ശൽക്കങ്ങൾ കണ്ടാൽ, മൂർഖൻ പാമ്പിൻ്റെ ശൽക്കങ്ങൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ചേരയുടെ ഇതിലും കുറച്ചും കൂടെ ചെറുതായിരിക്കും. മൂർഖൻ പാമ്പിൻ്റെയാണ് ഇത്രയും വലിയ ശൽക്കങ്ങൾ വരുന്നത്. ശൽക്കങ്ങളുടെ ഷേപ്പിൻ്റെ ഇതുണ്ട്. ഇത് അടിവശമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ അടിവശമല്ല, ആകാശമാണ്. പുറംവശം കാണണമെങ്കിൽ നമുക്ക് ഇവിടെ കീറിയിട്ട് ഇത് കാണിക്കാം. അതിൻ്റെ പുറംവശം വരുന്നത് ശരിക്കും ഇങ്ങനെയാണ്. ഇതാണ് എൻ്റെ പുറംവശം വരുന്നത്. ഇതാണ് ഇത്
പാമ്പിൻ്റെ തൊലിയോട് ചേർന്ന് ഉണ്ടായിരുന്ന ഈ പടം പൊഴിക്കുന്നത് തിരിച്ചാണല്ലോ. അപ്പം അങ്ങനെ വന്നിരിക്കുന്നതാണത്. അത് അത്യാവശ്യം മുഴുത്തൊരു മൂർഖനാണെന്നാണ് പറയാം പടം കണ്ടിട്ട്. പിന്നെ ഈ പാമ്പുകളുടെ പടം പൊഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴത്തേനും അറിയാലോ, പാമ്പുകൾ തൊലി നമ്മുടെ തൊലി പോലെ ഫ്ലെക്സിബിളായിട്ടുള്ള തൊലികളല്ല, കോശങ്ങൾ വികസിക്കുന്ന തൊലികളല്ല. അതുകൊണ്ട് അവരുടെ ശരീരം വികസിക്കുമ്പോഴത്തേനും തൊലി വികസിക്കത്തില്ല. അപ്പോൾ പുതിയ തൊലിയുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ പഴയ തൊലി പൊളിച്ചിട്ട് പുതിയ തൊലി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അത് ഈ ഉറപ്പിക്കുന്ന ഇത്ര ദിവസങ്ങൾ സാധാരണ പാമ്പുകൾ എവിടെയെങ്കിലും പൊത്തിലൊക്കെ ഇരിക്കുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പള്ളം നിൽക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും പൊത്തൊന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ ഈ കയ്യിലായിട്ട് ഒരു പൊത്ത് കണ്ട് അതിനകത്തുണ്ടോയെന്ന് അറിയത്തില്ല. മിക്കവാറും ഒരു കറി സാധാരണ ഒരു മാസമൊക്കെ ഈ തൊലി ഹാർഡാകുന്നിടം വരെ ഭയങ്കര പെയിൻഫുള്ളാണ്. ഈ പടം പൊഴിക്കൽ എന്ന് പറഞ്ഞ പരിപാടി ഭയങ്കര പെയിൻഫുള്ളാണെന്നാണ് കേൾക്കുന്നത്. ഇവർ ഹാർഡാകുന്നിടം വരെ ഇവർ ഈ ഏതെങ്കിലും പൊത്തിൽ അഭയം തേടുകയുള്ളൂ എന്നാണ് കേട്ടിരിക്കുന്നത്. കൂടുതലും അങ്ങനെയാണ് കണ്ടിരിക്കുന്നതും. പൊത്തിൽ അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്ത് അവർ അഭയം തേടും. അവിടുന്ന് അവർ ഈ പടം പൊഴിഞ്ഞ് ഇതായി കഴിഞ്ഞ് ക്ലിയറായ ശേഷം മാത്രമേ അവർ പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത് നമ്മൾ കൂടുതലും. ഇതിൻ്റെ തന്നെ ബാക്കി ഭാഗമാണോ കിടക്കണമെന്ന് അറിയില്ല. ഇതും കൂടെ നോക്കട്ടെ. ഇവിടെ ഒരു ഇതിന് തന്നെ ബാക്കിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത് കണ്ട പാമ്പിൻ്റെ പടത്തിൻ്റെ ബാക്കി. അപ്പോൾ അവൻ ഈ പൊത്തിലാണ് ഇരുന്നത്. ഈ പൊത്തിൽ നിന്നാണ് അവൻ ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടുന്ന് പടം പൊഴിച്ചവന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. ഇറങ്ങിപ്പോയിട്ടത് അത്യാവശ്യം മുഴിച്ചൊരു പാമ്പ് തന്നെയാണ് കണ്ടിട്ട്. അതെ, അത്യാവശ്യം മുഴിച്ച പാമ്പ് തന്നെയാണ്. ഇങ്ങനെയാണ് അവൻ്റെ പടം. അത് ഇവിടെ വന്നപ്പോൾ അവന് പടം ആ പൊത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇവിടെ വന്നപ്പോൾ പടം ഇങ്ങനെ ചുരുങ്ങി കണ്ടിട്ട് നോക്കട്ടെ. ഇപ്പോൾ അതന്നെ സെയിമാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും അത് കട്ടായിപ്പോയി. കാരണം ഇതെന്ന് വെച്ചാൽ ഇത് പടം പൊഴിക്കുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഈ വേരിനിടലോ അങ്ങനെയൊക്കെ കയറി ഉടക്കിയൊക്കെ പോകുമ്പോഴത്തേനാണ് ഇവർ കൂടുതലായിട്ട് പടം പൊഴിച്ച് കാണുന്നത്. ഞാനത് തലയുടെ ഭാഗം നോക്കുന്നത്. അത് ശരിക്കും തലയല്ല. ഇത് അത്യാവശ്യം നീളമുള്ള ഒരു പാമ്പ് തന്നെയാണ് സംഭവം. ഇവിടെ വെച്ച് തന്നെ കട്ടായിപ്പോയതാണ്. ഇവിടെ വെച്ച് ഈ പടം കട്ടായി പോയിട്ട് ഇവന് ഇവിടെ വന്ന് ഈ കമ്പിൻ്റെ എണ്ണൻ്റെ ഉടക്കി ബാക്കി പൊഴിച്ച് പോയതാണ്. ഇതിങ്ങനെ കിടക്കുന്നത്. തലയുടെ ഭാഗം ഇതാണ്, ഉണ്ടോ? തലയുടെ ഭാഗം ഇതാണ്. പിന്നെ അവരുടെ കണ്ണിൻ്റെ ഇത് കണ്ടോ? കണ്ണിന് പോലും കവറിങ്ങാണ്. ഇത് കണ്ടോ? കണ്ണ് പോലും പ്രത്യേക ലെൻസ് പോലെ ഊരി പോന്നിരിക്കുന്നുണ്ടോ? ഇതുണ്ടോ? ലെൻസ് പോലെ ഊരി പോന്നിരിക്കുന്നത് ഇതുണ്ടോ? ഒരു കവറിങ്ങാണ് കണ്ണിന് പോലും. എന്താണല്ലേ ഇത്? കണ്ണിൻ്റെ ആഘോഷമാണെന്ന് ഓർക്കുന്നത്. കാരണം ഇത് പാമ്പിൻ്റെ തൊലിയോട് ചേർന്നിരുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ പുറവശം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയായിട്ടാണ് വരുന്നത്. ഇതിപ്പം മണ്ണെല്ലാം പറ്റി അങ്ങനെ പോയിരിക്കുന്നതുകൊണ്ടാണ്. കണ്ണുൾപ്പെടെ, കണ്ണിൻ്റെ ഇതും കൂടെ ഉൾപ്പെടെ മൊത്തം ഊരിപ്പോരുവാണ്. ഇതാണ് അത്യാവശ്യം പിടിച്ചൊരു മൂർഖൻ പാമ്പാണ്. എവിടെയാണ് കയറി പോയിരിക്കുന്നതെന്ന്, എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഈ വാല് ഏതെങ്കിലും ഒരു പൊത്തിലോട്ട് ആണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നതാണ് ആ പൊത്തിലോട്ടായിരിക്കുന്നത് കയറിയതെന്ന്. ഈ വാലിപ്പം ഇവിടുന്ന് ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഈ പൊത്തിലോട്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി പോയിരിക്കുന്നത് തോന്നുന്നു കിടക്കുന്നത് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാമ്പ് ഈ പൊത്തിലോട്ട് കയറിയിട്ടുണ്ടെന്ന്. അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല പാമ്പ് ഇതിലേക്ക് പോയിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ പടം കണ്ടത് നേരെ അങ്ങ് പോയിരിക്കുന്നതുകൊണ്ട് നേരെ ഇങ്ങനെയല്ല കിടന്നിരുന്നത്. ഇങ്ങനെയാണ് അവിടെ കിടന്നിരുന്നത്. അപ്പം അതുകൊണ്ട് ഈ പാമ്പ് പോയിരിക്കുന്നത് മിക്കവാറും നേരെ അതങ്ങോട്ട് പാസ് ചെയ്ത് പോകുമായിരിക്കും ചെയ്തിരിക്കുന്നതെന്ന് കരുതാം. ഒരു മാസം വരെയൊക്കെ അവനെ പൊത്തിനകത്തിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പലരും വിളിച്ചിങ്ങനെ ഈ പാമ്പിൻ്റെ പടം കൊണ്ടുകൊണ്ട് സംശയം ചോദിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. പാമ്പിൻ്റെ തല കാണുന്നിടത്തോട്ടായിരിക്കില്ല പാമ്പ് പോകുന്നത്. തല കാണുന്നിടത്തോട്ടല്ല, തലയുടെ അവിടെ നിന്നാണ് പടം ഊരിപ്പോരുന്നത്. തല ഊരിപ്പോന്ന് വാലിൻ്റെ അവിടെ. അപ്പം ഊരിപ്പോരുമ്പം പാമ്പ് അങ്ങോട്ട് പോവുകയാണ്. പടം വരുന്നത് അറിയാമല്ലോ, തിരിഞ്ഞാണല്ലോ വരുന്നത്. ആഘോഷം പുറവശം ആഘോഷമായിട്ടാണല്ലോ വരുന്നത്. അപ്പം അതിങ്ങനെ തിരിഞ്ഞു വന്ന് പാമ്പ് വാല് കാണുന്ന എങ്ങോട്ടോ ആ ഭാഗത്തേക്കായിരിക്കും പാമ്പ് പോയിരിക്കുന്നത്, പാസ് ചെയ്തിരിക്കുന്നത്. അത് വാല് കാണുന്ന ഒരു പൊത്തിനകത്തോട്ടാണെങ്കിൽ പാമ്പ് ആ പൊത്തിനകത്ത് കയറാൻ 90% സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണ് പാമ്പിൻ്റെ പടം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മുറുകൻ പാമ്പിൻ്റെ പടം പ്രത്യേകിച്ച് ഇത് മുഴുത്ത മുറുകനായതുകൊണ്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ചെറിയ മുറുകനാണെങ്കിലും ചിലപ്പോൾ പടം വലുതായിരിക്കും. ഈ വലിയ ഇപ്പം കാണുന്ന നിർബന്ധമില്ല പാമ്പിന്. ഈ പടം വലുതാവും പൊളിഞ്ഞു പോരുമ്പോഴത്തേനെ. നമ്മൾ തൊലി ഉരിഞ്ഞെടുക്കുമ്പോൾ വലിയ നീളയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു
കണ്ടീഷൻ തന്നെയാണ്. നമ്മൾ തൊലി പൊളിക്കുന്ന പോലെ ഒരു അവസ്ഥ തന്നെയാണ് ഇവർക്ക് ഈ പടം പൊഴിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു വർക്കാണ് ഈ പടം പൊഴിക്കൽ. പടം പൊഴിച്ച് കഴിയുമ്പോൾ അവരുടെ ബോഡി മൃദുവാണ്. അടുത്ത തൊലി ഈ തൊലി ഇതുപോലെ ഹാർഡാകണ ഒരു സമയമെടുക്കും. ആ സമയം വരെ അവർ സേഫായിട്ട് എവിടെയെങ്കിലും കയറി ഇരിക്കുകയുള്ളൂ എന്നാണ് കേൾക്കുന്നത്. കൂടുതൽ കണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് മിക്കവാറും ഇങ്ങനെ പാമ്പിൻ്റെ പടം പൊഴിച്ച വാല് പോലെ പൊത്തിലോട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനകത്ത് ചിലപ്പോൾ ആ പൊത്തിലെ പാമ്പ് കാണാൻ സാധ്യതയുണ്ടാവും. അങ്ങനെയാണ് വിദഗ്ധരായ പലരും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ പാമ്പിനെ റിലീസ് ചെയ്തെടുത്തതായിട്ടാണ് പറയുന്നത്, റെസ്ക്യൂ ചെയ്തതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇക്കാര്യം എല്ലാവരും ഓർമ്മ വയ്ക്കുക. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മൂർഖൻ പാമ്പിൻ്റെ പടം ഉണ്ടോ? പുറകോട്ട് വരുമ്പം മൂർഖൻ പാമ്പിൻ്റെ ശൽക്കങ്ങളുടെ വ്യത്യാസം കണ്ടോ? ഈ ശൽക്കങ്ങളെ പോലെയല്ല ഇവിടുത്തെ ശൽക്കങ്ങളുടെ വ്യത്യാസവും അറ്റത്ത് വന്നപ്പോഴത്തെ ശൽക്കങ്ങളുടെ വ്യത്യാസവും കണ്ടോ? അപ്പം വീഡിയോ ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുക. നമ്മൾക്കറിയാവുന്ന ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.